ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫോൺ കണ്ടോ ടി വി കണ്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അത് നമ്മുടെ ഒരു ആസ്വാദന ശേഷിയാണ്, നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത്. പക്ഷെ അതൊരു നെഗറ്റീവ് കാര്യം കൂടിയാണ് കേട്ടോ. ഫോൺ കണ്ടും ടി വി കണ്ടുമൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ രുചിയോ ഒന്നും അറിയാൻ സാധിക്കില്ല. നമ്മൾ കഴിക്കുന്നു, വയറ് നിറയുന്ന പോലും നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഇന്ന് കുറച്ച് ആളുകളൊക്കെ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പറയാൻ പോകുന്നത്. അതറിഞ്ഞാൽ എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മൈൻഡ് ഫുള്ള് നമ്മൾ ആ കഴിക്കുന്ന ആഹാരത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ടി വി കണ്ടോ ഫോൺ കണ്ടോ ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്കതിൻ്റെ രുചിയോ നമുക്ക് വയറ് നിറയുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പകരം മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ സ്ട്രെസ്സുകൾ എല്ലാം കുറച്ച് നമുക്ക് കഴിക്കുന്ന അളവ്, നമ്മൾ ടി വിയോ ഫോണോ ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്തോരം കഴിക്കുന്നതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അതേസമയം നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ വിഷയങ്ങളൊന്നും എടുത്തിടാതെ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. അത് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു വേണം. അതേസമയം ഫോണോ ടി വി അങ്ങനെയൊക്കെ കണ്ട് കഴിക്കുമ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കുന്ന ആൾ പറയുന്നില്ല, അതനുസരിച്ച് നമ്മുടെ വണ്ണം കൂടുകയും നമ്മുടെ ആരോഗ്യത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇതൊരു ഡയറ്റ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഈ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനെ കാണാൻ സാധിക്കുന്നതാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സാവകാശം കഴിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് വലിച്ചു വാരി കഴിച്ച് വിഴുങ്ങുക പോലും ചെയ്യാതെ പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ അതൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ല. അതിലൂടെ നമുക്ക് ദഹനവും നടക്കുന്നില്ല. അതുപോലെ തന്നെ ചവച്ചരച്ച് ഫുഡ് കഴിക്കുക. സ്കൂളിലും പഠിക്കുന്നവരും ജോലിക്കൊക്കെ പോകുന്നവർ തിരക്കുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ വഴക്ക് കേൾക്കണമെന്നോർത്ത് നമ്മൾ വാരി വലിച്ച് കഴിക്കും. അങ്ങനെ കഴിക്കാതെ നമ്മൾ കുറച്ച് നേരം പതിയെ ഇരുന്ന് ഇപ്പം ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് വളരെയേറെ ആസ്വദിച്ച് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. അല്ലാത്ത പക്ഷം നമുക്ക് അസിഡിറ്റി, പിന്നെ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമുക്ക് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലൂടെ നമ്മളുടെ സ്വന്തം മൈൻഡ് നല്ലപോലെ ആക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ബന്ധങ്ങളിലൂടെ കൂടുതൽ അടുപ്പം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോണും ടി വിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഫോണും ടി വിയും കണ്ടൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കഴിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതേസമയം നമ്മൾ ഫോണും ടി വിയും കാണാതെ നമ്മൾ വീട്ടുകാരോടൊക്കെ സംസാരിച്ച് ഒപ്പം ഇരുന്നൊന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ കൂടുതൽ അടുക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ കുടുംബം മുഴുവൻ ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റ, ബൈ ബൈ.